ഈ ചൂടുള്ള സമയത്ത് വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലൊരു നാരങ്ങ വെള്ളം നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റിലുള്ള അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ അത് നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നാരങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു നാരങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവില്ല. നമ്മൾ കൊമ്പൊക്കെ കുത്തിയാൽ ഉണ്ടാവുന്ന നാരങ്ങയല്ലേ. നല്ല നാരങ്ങയാണ്, നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു നാരങ്ങ വെച്ചിട്ട് വെള്ളം ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതൊന്ന് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. നന്നായിട്ടൊരു നീരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റു നാരങ്ങയെക്കാളും കുറച്ചുകൂടെ ഒരു തൊലി കട്ടിയുണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ ജ്യൂസ് ഒന്ന് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കത് തൊലി ചെത്തിയിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയും അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എടുത്തിട്ട് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് നമ്മൾ ബ്ലാക്ക് കസ്കസ് ഉണ്ടല്ലോ എല്ലാ വെള്ളത്തിലും ഇടുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളകിൻ്റെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് എരിവ് പാടില്ല വെള്ളത്തിൽ, എന്നാൽ ചെറുതായിട്ടൊരു പച്ചമുളകിൻ്റെ ഫ്ലേവറും വേണം, അത്ര മതി കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിൽ മുളക് എങ്ങനെയാണോ എരിവുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പീസ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇപ്പോൾ. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബീട്രൂട്ടിൻ്റെ ഇതുപോലെ ഒരു പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ പീസ് ചേർത്ത് കൊടുത്താൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമോ എന്നുള്ളതൊക്കെ. ഒട്ടും തന്നെ വരില്ല കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുക. ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ വരില്ല, എന്നാൽ നമുക്ക് നല്ല കളറും കിട്ടും ചെയ്യും. അപ്പോൾ അതുപോലെ ഞാൻ 2 പീസ് ബീട്രൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പുളിയും മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഒരു കസ്കസ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്